നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. മലയാളത്തിലെ യുവനടൻ നിവിൻ പോളിക്കെതിരായ ബലാത്സംഗ ആരോപണ കേസിൽ അന്വേഷണം ശക്തമാക്കി പോലീസ്. ഇന്ന് പോലീസ് എറണാകുളത്ത് പരാതിക്കാരിയായ നടിയുടെ മൊഴി രേഖപ്പെടുത്തി. മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് പരാതിക്കാരി പോലീസിനെ അറിയിച്ചു. താൻ പറഞ്ഞ ദിവസം, അതായത് തന്നെ നിവിൻ പോളി ബലാത്സംഗം ചെയ്തു എന്ന് പറയപ്പെടുന്ന ദിവസം കേരളത്തിൽ ആണ് നിവിൻ പോളി ഉണ്ടായിരുന്നത് എന്ന് നിവിൻ പോളി മൊഴി നൽകിയിരുന്നു. ഇതേക്കുറിച്ച് പോലീസ് പരാതിക്കാരിയായ നടിയോട് ചോദിച്ചു. അങ്ങനെയെങ്കിൽ കേരളത്തിൽ ഉണ്ടായിരുന്ന കാര്യം നിവിൻ പോളി തെളിയിക്കട്ടെ എന്നായിരുന്നു യുവനടി മറുപടി നൽകിയത്. യുവനടിയും ഭർത്താവും ഒന്നിച്ചാണ് പോലീസിന് മുന്നിൽ മൊഴി നൽകാനെത്തിയത്. അതായത് 2023 നവംബർ ഡിസംബർ മാസങ്ങളിൽ ദുബായിലെ ഫ്ളാറ്റിൽ വെച്ച് നിവിൻ പോളിയും 6 പേരും ചേർന്ന് തന്നെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയായിരുന്നു എന്നാണ് യുവനടിയുടെ പരാതി. കേസിൽ 6ാം പ്രതിയാണ് നിവിൻ പോളി. ഡിസംബർ 14 നിവിൻ പോളി തന്നെ ബലാത്സംഗം ചെയ്തു എന്നുകൂടി ഈ പരാതിയിൽ യുവതി ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ 2023 ഡിസംബർ 14 നിവിൻ പോളി തനിക്കൊപ്പം വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ സെറ്റിലുണ്ടായിരുന്നുവെന്ന് ആ സിനിമയുടെ സംവിധായകനും നടനുമായ വിനീത് ശ്രീനിവാസൻ പിന്നീട് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി. കൂടാതെ പീഡനം നടന്നുവെന്ന് പറയപ്പെടുന്ന ദിവസം നിവിൻ പോളി തനിക്കൊപ്പം വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ സെറ്റിലുണ്ടായിരുന്നുവെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് നടി പാർവതിയും കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. ബലാത്സംഗം നടന്നുവെന്ന് പറയപ്പെടുന്ന കൊച്ചിയിലെ ഷൂട്ടിംഗ് സെറ്റിൽ നിവിനൊപ്പം നിൽക്കുന്ന ചിത്രമടക്കം പങ്കുവച്ചാണ് നടി പിന്തുണ അറിയിച്ചത്. അന്നേ ദിവസം ഷൂട്ട് ചെയ്ത ഒരു വീഡിയോ ദൃശ്യം കൂടി നടി തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പുറത്തുവിട്ടിരുന്നു. കേസ് കെട്ടിച്ചമച്ചതാണെന്നും ഗൂഢാലോചനയുടെ ഫലമാണ് തനിക്കെതിരെയുള്ള ആരോപണങ്ങളെന്നും നിവിൻ പോളി കഴിഞ്ഞ ദിവസം തന്നെ പ്രതികരിച്ചിരുന്നു. ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് DGPക്ക് നിവിൻ പോളി നേരിട്ട് പരാതി നൽകുകയും ചെയ്തു. തൻ്റെ പാസ്പോർട്ടിൻ്റെ പകർപ്പ് അദ്ദേഹം പോലീസിന് കൈമാറിയിട്ടുണ്ട്. 2021 ശേഷം ഈ യുവതി പറയുന്ന ഹോട്ടലിൽ താൻ താമസിച്ചിട്ടില്ല. തൻ്റെ പാസ്പോർട്ടിൽ യാത്രാരേഖകളുണ്ട്. ഇതെല്ലാം പോലീസിന് കണ്ടെടുക്കാവുന്നതേയുള്ളൂ. ഇതെല്ലാം പരിശോധിക്കണമെന്നും തനിക്കെതിരെയുള്ള വ്യാജ പരാതിയിൽ കൃത്യമായ അന്വേഷണം നടത്തി സത്യം പുറത്ത് കൊണ്ടുവരണമെന്നും നിവിൻ പോളി DGPക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. നിവിൻ പോളി അടക്കം 6 പേർക്കെതിരെയാണ് ഊന്നുകൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. 6ാം പ്രതിയാണ് കേസിൽ നിവിൻ പോളി. നിർമ്മാതാവായ AK സുനിലാണ് ഇതിൽ മുഖ്യപ്രതി. AK സുനിലാണ് തനിക്ക് നിവിൻ പോളിയെ പരിചയപ്പെടുത്തുന്നതെന്നാണ് പരാതിക്കാരിയായ യുവനടി നേരത്തെ പോലീസിൽ പരാതി നൽകിയിരുന്നത്. ദുബായിൽ വെച്ച് ഒരു സിനിമ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾക്കായി തന്നെ ക്ഷണിച്ചു. അവിടെ വെച്ച് നിവിൻ പോളി അടക്കമുള്ള 6 പേർ പലതവണയായി തന്നെ ബലാത്സംഗം ചെയ്തു. ഇതിൽ ഡിസംബർ മാസം 14-ാം തീയതിയാണ് നിവിൻ പോളി തന്നെ കടന്നു പിടിക്കുന്നതും ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്നതും. തനിക്കെതിരെ ഒരിക്കലും പ്രതീക്ഷിച്ച ഒരു നടപടിയായിരുന്നില്ല ഇത്. പിന്നീട് താൻ ഇക്കാര്യത്തിൽ പോലീസുമായി ബന്ധപ്പെട്ട് കേസുമായി മുന്നോട്ട് പോവുകയായിരുന്നു. ഇപ്പോൾ ഈ ആരോപണത്തെ പൂർണ്ണമായും തള്ളിയ നിവിൻ പോളിയെ ആരോപണം തെറ്റും തെളിയിക്കാൻ വെല്ലുവിളിച്ചിരിക്കുകയാണ് യുവനടി. അതേസമയം നടൻ മുകേഷിനെതിരായ പീഡന കേസിൽ മുകേഷിന് അനുകൂലമായ ചില തെളിവുകൾ പോലീസിന് ലഭിച്ചതായുള്ള സൂചനകൾ പുറത്തുവരുന്നു. അതായത് ഈ സംഭവം നടന്നുവെന്ന് യുവതി പരാതിപ്പെട്ടതിന് ശേഷവും മുകേഷും യുവതിയും തമ്മിൽ മൊബൈൽ ഫോണിൽ ചാറ്റുകൾ നടത്തിയിരുന്നുവെന്നും മുകേഷിനോട് 1 ലക്ഷം രൂപ യുവതി ആവശ്യപ്പെട്ടിരുന്നുവെന്നും അതുപോലെ തന്നെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട മെസ്സേജുകൾ, സൗഹൃദ മെസ്സേജുകൾ നിരവധി തവണ അയച്ചിട്ടുണ്ടെന്നുമുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അങ്ങനെയെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മുകേഷിനെ കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് യുവതി ഇപ്പോൾ ഇത്തരം ഒരു ആരോപണവുമായി രംഗത്ത് വന്നതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമികമായ നിഗമനം. അതേസമയം മുകേഷിൽ നിന്നും കൂടുതൽ തെളിവുകൾ ശേഖരിച്ച ശേഷം മാത്രമേ കേസിൽ ഒരു തീരുമാനത്തിലെത്താൻ കഴിയൂവെന്ന് പ്രത്യേക അന്വേഷണ സംഘം തന്നെ കണക്ക് കൂട്ടുന്നു. മുകേഷിനെതിരെ ശക്തമായ മൊഴി തന്നെയാണ് യുവതി നൽകിയിരിക്കുന്നത്. മുകേഷിന്റെ കൊച്ചി മരടിലെ വില്ലയിലെത്തിച്ച് പലതവണ തന്നെ പീഡിപ്പിച്ചു എന്നാണ് യുവതി കൊച്ചി പോലീസ് നൽകിയിരിക്കുന്ന, കാക്കനാട് പോലീസ് നൽകിയിരിക്കുന്ന മൊഴി.